സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന വിഭാഗം തൊഴിലാളികൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഉള്ളതെന്നറിയാം. ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു മേഖലയുടെ മുഴുവൻ ജോലികളുടെയും ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് ആശാവർക്കർമാരാണ്. ഏറ്റവും അടുത്ത് ജനങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഖവും ആരോഗ്യവകുപ്പിൻ്റെ മുഖം ആശാവർക്കറിൻ്റെ മുഖമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു 10,000 രൂപ ആശാവർക്കറിന് കൊടുത്തുകൂടാ? കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിക്കും ഒരു 10,000 രൂപ. 20,000 രൂപ കൊടുത്താൽ ഏറ്റവും ആഴത്തിൽ ശ്രീമതി വീണ ജോർജ് ചിന്തിക്കുന്ന തരത്തിലൊരു വലിയ മാറ്റം ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഒരു കാലത്ത് ജേർണലിസ്റ്റ് ആയിരുന്നപ്പോൾ നീതിക്കും പരാജിതർക്കും ഒപ്പം നിന്നിരുന്ന ശ്രീമതി വീണ ജോർജിൻ്റെ നിലപാട് എന്തുകൊണ്ടാണ് ഇന്ന് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ ആരോഗ്യമന്ത്രിയായതിനു ശേഷം ഇത്തരം ഒരു വലിയ നിലപാട് ഒരു സ്ത്രീ എന്ന നിലയിൽ എടുക്കേണ്ട സാഹചര്യത്തിൽ അവരോട് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? You are watching India's first NGO television, Malanad TV India. ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ജോലിഭാരം ആരുടെ തലയിലാണ്? സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന വിഭാഗം തൊഴിലാളികൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഉള്ളതെന്നറിയാം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അത് ആശാ വർക്കർമാർക്കാണ്. മുൻപത് അംഗനവാടി ടീച്ചേഴ്സിനായിരുന്നു. ഇന്ന് ഈ ആശാ വർക്കർമാർ ചെയ്യുന്ന ജോലി കൂടി ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു അംഗനവാടി ടീച്ചേഴ്സ്. കുട്ടികളെ നോക്കുകയും പഠിപ്പിക്കുകയും മാത്രമായിരുന്നില്ല അന്നത്തെ അവരുടെ ജോലി. ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവർക്ക് പ്രോട്ടീനും മിനറൽസുമുള്ള മറ്റുള്ള ധാതുക്കളടങ്ങിയ ഭക്ഷണങ്ങൾ എത്തിക്കാനുള്ള ഒരു സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ടൂള് അംഗനവാടി ടീച്ചേഴ്സായിരുന്നു. ഇന്ന് അത്തരം കാര്യങ്ങളിൽ, അതായത് ആരോഗ്യപരമായിട്ടുള്ള അജ്ഞത മാറ്റുന്നതിന്, അതിനുള്ള പ്രോത്സാഹനം നൽകുന്നതിന്, അവർക്കുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിന് ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു മേഖലയുടെ മുഴുവൻ ജോലികളുടെയും ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് ആശാവർക്കർമാരാണ്. ഏറ്റവും അടുത്ത് ജനങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഖവും ആരോഗ്യവകുപ്പിൻ്റെ മുഖം ആശാവർക്കറിൻ്റെ മുഖമാണ്. അതുകൊണ്ട് തന്നെ ആ മുഖത്തിനാണ് ഏറെ തിളക്കമുണ്ടാകേണ്ടത്. അവരുടെ ജീവിതത്തിനാണ് ഏറെ പ്രകാശമുണ്ടാകേണ്ടത്. അത്തരം പ്രകാശമുണ്ടാകേണ്ട ഒരുപാട് ആശാവർക്കർമാരുടെ നിരാശ്രയറ്റ ഒരു സമരമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ 25 ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ചോദിക്കുന്നത് കേവലം ഒരു ചെറിയ ഒരു ഹൈപ്പെങ്കിലും അവരുടെ ശമ്പളത്തിൽ ഉണ്ടാകണമെന്നാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, നിശ്ചിത തുക ഒരു ജോലിക്കാരന്, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന് മിനിമം 10,000 രൂപയെങ്കിലും ബേസിക് സാലറി ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞ സർക്കാരാണ് ഇവിടെ 7,000 രൂപ വെച്ചിട്ട് കളിക്കുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തുകയാണെന്ന് വാദിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു 10,000 രൂപ ആശാവർക്കർമാർ കൊടുത്തുകൂടാ? കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിക്കും ഒരു 10,000 രൂപ. 20,000 രൂപ കൊടുത്താൽ ഏറ്റവും ആഴത്തിൽ ശ്രീമതി വീണ ജോർജ് ചിന്തിക്കുന്ന തരത്തിലൊരു വലിയ മാറ്റം ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലേ? എത്ര രൂപ അതിനുവേണ്ടി നീക്കി വെക്കണം? ഇവിടുത്തെ നമ്മുടെ മന്ത്രിമാരുടെയും ഇവിടുത്തെ MLA-മാരുടെയും MP-മാരുടെയൊക്കെ ദൂർത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന ആ ഒരു ഓണറേറിയ വർധന ഉണ്ടാക്കിയെടുത്തുകൂടാ? എനിക്ക് വീണ ജോർജിനോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. കേരളത്തിലെ ആശാവർക്കർമാർ പ്രതിമാസം 7,000 രൂപ ഓണറേറിയം ലഭിക്കുന്നു എന്നുള്ളത് അങ്ങ് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓണറേറിയമാണ് നൽകുന്നത്. ഇത്ര ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാർക്ക് ഈ ഒരു തുക കൊണ്ട് ജീവിതം രണ്ടറ്റം ഒരു മാസം കൂട്ടിമുട്ടിക്കാൻ പറ്റുമോ? കേരളം ഒരു ക്ഷേമ സംരക്ഷണ മാതൃകാ സംസ്ഥാനമായിട്ടും തമിഴ്നാട്, ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആശാവർക്കർമാർക്ക് കിട്ടുന്ന തുക, ആനുകൂല്യങ്ങൾ കണക്കിലെടുത്താൽ അങ്ങ് പറഞ്ഞത് തെറ്റാണെന്ന് കാണാം. ഇതിലും കുറച്ചുകൂടി മേന്മയുള്ള ഓണറേറിയം നൽകുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 7,000 ഏറ്റവും ഉയർന്ന ഓണറേറിയമാണ് സർക്കാർ അവകാശപ്പെടും. മറ്റ് സംസ്ഥാനങ്ങളുമായുള്ള താരതമ്യ പഠനം ഒന്ന് തുറന്ന ചർച്ചയായിട്ട് കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? കോവിഡ് കാലത്ത് ആശാവർക്കർമാർക്കുണ്ടായ പ്രാധാന്യത്തെ പരിഗണിക്കുമ്പോൾ സ്ഥിരമായ ശമ്പളം, സാമൂഹ്യ സുരക്ഷ, ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള അവരുടെ ആവശ്യം ഇപ്പോഴും അംഗീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആശാവർക്കർമാർക്ക് കേന്ദ്ര സർക്കാർ 2,000 മാത്രം നൽകുമ്പോൾ ബാക്കിയുള്ള തുക സംസ്ഥാന ഗവൺമെൻറ്റാണ് നൽകേണ്ടത്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ തുക ആവശ്യപ്പെടാത്തത്? ഇനി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരുന്നു മറുപടി? ഇനി ആശാവർക്കർമാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഇലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ പറയുന്നത് പോലെ പഞ്ചായത്ത് തലത്തിലുള്ള ഒരു കമ്മിറ്റി അവരെ ഇലക്ട് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നൽകേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വകാര്യ മേഖലയിൽ ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. തൊഴിലുടമ ഇവിടെ അത്തരം ഉറപ്പുകൾ സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരുടെ കാര്യത്തിൽ നൽകുന്നുണ്ടോ? പ്രധാനമായിട്ടും അവർക്ക് പെൻഷൻ, ഇത്രയും കാലം സേവനം അനുഷ്ഠിച്ചിട്ട് പടിയിറങ്ങി പോയിട്ടുള്ള 50 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചിട്ട്
പടിയിറങ്ങിപ്പോയിട്ടുള്ളൊരു അംഗനവാടി ടീച്ചറിനെ എനിക്കറിയാം. ഇറങ്ങിപ്പോകുമ്പോൾ സർക്കാരിന് നൽകിയിട്ടുള്ള 15 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ആശ്രിതർക്ക് ജോലി നൽകാമെന്ന സർക്കാരിൻ്റെ വാഗ്ദാനമൊക്കെ നൽകിയില്ല എന്ന് വിലപിക്കുന്ന മുഖത്തോടു കൂടി ഇറങ്ങിപ്പോകുന്ന ടീച്ചറിനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇത്രകാലം സർക്കാരിനെ കൂടെ നിന്ന് സംരക്ഷിച്ച ഈ ആശാ വർക്കർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പെൻഷനോ മറ്റ് ബോണസോ അല്ലെങ്കിൽ അവർക്ക് PF പ്രൊവിഡൻറ്റ് ഫണ്ടോ അങ്ങനെ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് സ്വകാര്യ മേഖലയിലെ ഓരോ തൊഴിലുടമയോടും നിഷ്കർഷിക്കുന്ന രീതിയിൽ അവർക്ക് നൽകുന്നുണ്ടോ? ആശാ വർക്കർമാർക്ക് സമർത്ഥരായവർ അല്ലെങ്കിൽ വളരെയധികം മികച്ച രീതിയിൽ ജോലി നൽകുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷനോ സ്ഥിര നിയമനത്തിനോ സാധ്യതയുണ്ടോ? ഒരു കാലത്ത് ജേർണലിസ്റ്റ് ആയിരുന്നപ്പോൾ നീതിക്കും പരാജിതർക്കൊപ്പം നിന്നിരുന്ന ശ്രീമതി വീണ ജോർജിൻ്റെ നിലപാട് എന്തുകൊണ്ടാണ് ഇന്ന് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ ആരോഗ്യമന്ത്രിയായതിനു ശേഷം ഇത്തരമൊരു വലിയ നിലപാട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എടുക്കേണ്ട സാഹചര്യത്തിൽ അവരോട് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ മറ്റൊരു കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. 7000 രൂപ ഓണറേറിയം എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ എനിക്ക് കേൾക്കരുത്. കേരളത്തിലാണെങ്കിൽ നമ്മളുടെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും മികച്ച രീതിയിൽ ജീവിക്കാൻ അവകാശമുള്ളവർക്കാണ് നമ്മുടെ സഹജീവികൾ. അത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് അഭിമാനത്തോടു കൂടി തലയുയർത്തി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ മിനിമം വേജസ് തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈവറ്റ് മേഖലകളിൽ കൊടുക്കുന്ന ആ നിഷ്കർഷത സംസ്ഥാന ഗവൺമെൻറ് എല്ലാ ഏജൻസികളും, ഇത് ആശാ വർക്കർമാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ ഇതുണ്ടാകണമെന്ന ഒരു അഭിപ്രായമാണ് മലനാട് ജീവിക്കുള്ളത്. ഇവരുടെ കാര്യത്തിൽ അങ്ങേയറ്റം വരെ മലനാട് TV കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2015 ഏപ്രിൽ 17 നടത്തിയിട്ടുള്ള ആ ഒരു നിലപാട് അവരോടൊപ്പം നിന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ അന്ന് ഇരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ MK മുനീർ അന്ന് ആ ജിയോ ഇറക്കുവാൻ ഉത്തരവിടുന്നുണ്ടായി. അന്ന് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇലക്ഷനെ സംബന്ധിച്ച് ആ ഗവൺമെൻറ് മാറുകയും ഇടതുപക്ഷ ഗവൺമെൻറ് ചരിത്രത്തിൽ കടന്നു വരികയും ഇടം പിടിക്കുകയും ചെയ്തു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലതുപക്ഷ ഗവൺമെൻറ് ഏറ്റെടുത്ത അല്ലെങ്കിൽ ഉറപ്പിച്ച ഒരു ജിയോ അത് അതേപടി തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അത് അംഗനവാടി ടീച്ചർമാരുടെ കാര്യത്തിലാണ്, ശ്രീമതി ടീച്ചറിൻ്റെ കാലത്തായിരുന്നു അത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ അന്നിരുന്ന ശ്രീമതി ടീച്ചറിനും ഒപ്പം ഡോക്ടർ MK മുനീറിനും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ശ്രീമതി വീണ ജോർജിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഈ പറയുന്ന കാര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മളെ ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീമാൻ മോദിജിക്കും ഈ ഒരു കാര്യത്തിൽ അവർക്ക് അർഹതപ്പെട്ട ഒരു ആനുകൂല്യം നൽകുന്നതിൽ ആശാ വർക്കർമാരുടെ ആശയറ്റ ജീവിതത്തിൻ്റെ നിരാശ്രയത്വം മാറ്റി മികച്ച രീതിയിലുള്ള ശോഭനമാർന്ന ഭാവി ഉണ്ടാക്കുവാൻ പ്രധാനമന്ത്രി മുതൽ ഇങ്ങേയറ്റം വരെ വരുന്ന എല്ലാ ജീവനക്കാർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanad TV India.